സന്തോഷമായിരുന്നു. നമുക്ക് രോമം പോയി തന്നെ സന്തോഷമാണ്. മറ്റേ കെട്ടോണ്ട് ഒരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ അവൻ കാശ്മീർ എനിക്ക് അഭിനയിക്കാൻ പറ്റി ഈ പറഞ്ഞു ഒരു ഗാങ്സ്റ്റർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകേഷ് സാറിന് ശക്തിമാനാണോ മിന്നൽ മുരളിയാണോ ഡയറക്ഷന് വേണ്ടി നോക്കും. നമുക്ക് ഭാവിയിൽ ടൊവിനോ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഒരുമിച്ചൊരു മിന്നൽ മുരളിയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? എനിക്ക് ധ്യാൻ ചേട്ടനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട് പലർക്കും. നമസ്കാരം. റാംഗൂൺ ഷാപ്പ് എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടവരുണ്ടെന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ശ്രീരാജ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ശ്രീരാജ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ബാക്കി കാസ്റ്റ് ഒരു എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട് ഷൈജു കാലിദ് ക്യാമറ ചെയ്ത്, വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത്, ഷഫീഖ് മൂന്നതിൽ എഡിറ്റ് ചെയ്ത്, പിന്നെ ഈ പറയുന്ന ഈ നിരയിൽ ഇരിക്കുന്ന ഒരു പറ്റം ആളുകൾ അഭിനയിച്ച സിനിമയാണ്. സംയുക്ത, ചാന്ദിനി, ശിവജിത്തക്കൾ, അങ്ങനെ അഭിഷേക്, എല്ലാവരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 ദിവസത്തോളം 100 ദിവസത്തിന് മേലെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഈ പറയുന്ന ഒരു കള്ളുഷാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നാടൻ പാട്ടുകളൊക്കെ ഉള്ള ഒരു നാട്ടുമ്പുറത്തെ ഒരു കള്ളുഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് സിനിമ. ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന പോലത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ശ്രീരാജിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ്. നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തന്നെയാണ് സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിലും തൂമ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനൊരു കളറുണ്ട്. അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഞങ്ങളെക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്. വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. കുറേ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്യുന്ന, നാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ട് നിന്ന ആക്ടേഴ്സൊക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസിൻ്റെ അന്ന് വരെ പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതാ വനിതയിൽ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന, ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം കൂടിയാണത്. അപ്പോൾ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി. ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറേ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടവരൊക്കെ സംസാരിക്കാൻ വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തവരിന്നൊക്കെ നല്ല അഭിപ്രായമാണ്. തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് സൗഭിക്കാം. എല്ലാവരും ഉണ്ടായിരുന്നില്ലേ ഫിലിം കാണാനായിട്ട്? അല്ലേ, പകുതിയും അല്ലേ, കുറേ പേരെ കണ്ടായിരുന്നു. ഇഷ്ടമായില്ലേ പടം? താങ്ക് യു. ഇപ്പോൾ ഇത് ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ പടം കണ്ടവർക്ക് മനസ്സിലാവും അത് എന്തുമാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ആണെങ്കിലും കുറേ മേക്കപ്പ് രീതികളാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പല മാനറിസങ്ങളാണല്ലോ അതിലുള്ള. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു ഭയങ്കരമുള്ള ഒരു ആക്ഷേപാസ്യവും അതിലൊരു എന്താ പറയുക കോമഡിയും അതുപോലെ തന്നെ ത്രില്ലറും ലവ് സ്റ്റോറിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. നല്ല മെസ്സേജസുമാണ് വരുന്നത്. എല്ലാവരും കണ്ടവർ വിളിക്കുന്നുണ്ട്. കുറേ നാളെ കോളൊക്കെ വന്നിട്ട് ഇപ്പോൾ നന്നായിട്ട് കോൾ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷം. നമസ്കാരം. ശ്രീരാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകന്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു മേക്കിംഗ്
ശൈലി നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കും. ഇന്നാണ് ഞാൻ മൂവി തിയേറ്ററിൽ വെച്ച് കണ്ടത്. എല്ലാവരും കാണുക എന്നതാണ് എൻ്റെ ഒരു രീതി. ആദ്യത്തെ ദിവസം വളരെ സന്തോഷമുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുള്ളൊരു സിനിമയാണ്. കാരണം എല്ലാ സിനിമയും നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ എൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ കൂടുതലും എൻ്റെ ഫസ്റ്റ് മൂവി ഇറങ്ങിയ ദിവസം ഞാൻ കാണാൻ പോകുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഈ മൂവി കണ്ടത്. തന്നിട്ടുള്ള ക്യാരക്ടർ മാക്സിമം നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പടം കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. സന്തോഷം. സപ്പോർട്ട് ഉണ്ടാകും. എല്ലാവരും പറയണം അതോ ചോദ്യം ചെയ്യുമോ? എന്താണ് അപ്പോൾ ഒരു ഞാൻ രാജൻ. ഒരു 10-18 വർഷമായിട്ട് തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു പ്രതാപൻ. അതിൻ്റെ ഇതിൽ എസ്ഐയുടെ റോൾ ചെയ്തിട്ടുള്ള CI റോൾ ചെയ്തിട്ടുള്ള രാംകുമാർ. ഇപ്പോൾ ഊരാളി എന്ന മ്യൂസിക് ബാൻഡിന് വേണ്ടിയിട്ട് ലിറിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേലം ഒത്തസവ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ സിനിമക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. പാരഞ്ജിത്തൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോകും വഴി നമ്മൾ വീണ്ടും കൈമാറാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കോളങ്ങാട്ടുകര, അതായത് തൃശ്ശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ്. സുന്ദരൻ തച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചു കാലമായി നാടകങ്ങളോടൊപ്പമുണ്ട്. 50 വർഷത്തിലേറെയായി. ഇപ്പോൾ അവിചാരിതമായി ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല കുറേ അഭിനേതാക്കളോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. അതിന് വഴിയൊരുക്കി തന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവുമുണ്ട്. ഇതിലെ തുപ്രൻ എന്ന കഥാപാത്രം അതിൽ കിട്ടുമ്പോൾ, കയ്യിൽ കിട്ടുമ്പോൾ അത് മുഴുവനായി പറഞ്ഞു തന്നിരുന്നില്ല എങ്കിലും ഓരോ ഷോട്ടുകൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ പെർഫോമൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന ഒരു സംവിധായകനായിരുന്നു ശ്രീരാജ്. അതായത് പിടിവാശികളില്ലാതെ അതിൻ്റെ സെൻസ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇംപ്രവൈസേഷൻ അനുസരിച്ച് ചെയ്യാം എന്ന അഭിനേതാവിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് തന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം ആ ലിമിറ്റിൽ നിന്ന് വിട്ട് കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ അഭിനേതാവിൻ്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു. അതിനുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ്. ഞാനും ഒരു 5-8 വർഷമായിട്ട് തിയേറ്ററിൽ നിനക്ക് എൻ്റെ സീനിയേഴ്സാണ്, രാജേട്ടനൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ എബ്രഹാം ഓസ്ലറാണ്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ, അതുപോലെ ശ്രീരാജേട്ടൻ്റെ ഡയറക്ഷൻ, പിന്നെ ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഓസ്ലറിൽ സൈജു ചേട്ടൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ദിവസമുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തന്നെ. ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് കഴിഞ്ഞ മൂവി അപേക്ഷിച്ച് ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്ന ഒരു അതിൻ്റെ ഫൈറ്റ് ട്രെയിനിങ്ങും ചെയ്തതിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ പുള്ളിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണം വെച്ചാൽ ഡമ്മി വണ്ടിയൊക്കെ ഞങ്ങൾ അടിച്ചു പഠിച്ചതൊക്കെ ശിവചാരൻ്റെ മേത്തായിരുന്നു. അപ്പോൾ പക്ഷേ അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിരുന്നു ചേട്ടൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് അത്തരത്തിലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. സാറില്ല, ഞാൻ ആദ്യമായിട്ട് കുറച്ച് സ്വീകരിക്കണതും വർത്താനം പറയണതും ക്ഷമിക്കാം. എൻ്റെ പേര് രാംകുമാർ എന്നാണ്. ഞാൻ അഭിനയം നന്നായിരുന്നു, തുടരാൻ പറയുക.
ആയിട്ട് ഒരുമിച്ച് നാടകം ചെയ്യണത്. അപ്പൊ അങ്ങനെയൊക്കെ പറയാം നോക്കണ്ട. അപ്പൊ ഈ സിനിമയിൽ CA എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ എന്താ സംഭവം. കുറെ കാലമായിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. അങ്ങനെ ശ്രീരാജ് ചെയ്ത ആ തൂമ്പ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ അതെ, പ്രതാപൻ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അത് പറയണം, അവൻ ആളുടെ കാര്യം. അപ്പൊ അവൻ കാസ്റ്റിംഗ് ചെയ്ത കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ നന്നാവണത് അവൻ കാരനാണെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നുണ്ടാ. അതൊന്നും നല്ല കാര്യം കൂടെ. അപ്പോ അങ്ങനെ സംഭവിച്ചു. തൂമ്പ കഴിഞ്ഞു വന്നിട്ട് ആള് ശ്രീരാജ് സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഉണ്ടാവണം പറഞ്ഞു വിളിച്ചു വന്നു. അപ്പൊ ആള് ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം, തൂമ്പേലത്തെ അപ്പൻ പറഞ്ഞ ക്യാരക്ടർ പോലീസുകാരനായി എങ്ങനെയുണ്ടാവും, അത് മതി ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ അയാൾ പിന്നെ ചാടി ഇടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഷൂട്ടിന്റെ ഇടയിൽ ഒരു സമയത്ത് ബേസിലുള്ള കോമ്പിനേഷന്റെ സമയത്ത് പറഞ്ഞു പൊട്ടെന്ന് വിളിച്ചോളാൻ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കിടന്നാണ് ഒരു ക്യാരക്ടറിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നത് ചെയ്യാൻ പറ്റണതൊക്കെ. ഞാൻ പ്രധാനം സംസാരിക്കാറുണ്ട്. ഒരു പക്ഷേ ബേസിലെ പോലെ നടന്നേ കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയതും വേറെ ചിലപ്പോൾ സംഭവിക്കുന്നില്ല. ചെയ്യത്തോ പൊട്ടാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പെട്ടുപോയില്ലേ നമ്മള്. അപ്പൊ അങ്ങനെ സംഭവിച്ചു. സിനിമ നന്നായി വന്നെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് സന്തോഷം. എൻ്റെ പേര് പ്രതാപ് എന്നാണ്. ഇവരുടെ പേര് രാജൻ, രാംകുമാർ, ജോസഫ് ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നാടകം ചെയ്തിട്ടുള്ള മണി ഇതൊക്കെ ഞങ്ങൾ തൃശ്ശൂരുള്ള നാടക പ്രവർത്തകരും ഒക്കെയാണ്. ഞാൻ ഈ സിനിമയിലേക്ക് വന്നത് ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് എബ്രു സൈമൺ. വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ശ്രീരാജ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല അല്ലേ? ശ്രീരാജ് കഴിഞ്ഞ പടം, അതായത് ഷോർട്ട് ഫിലിം തൂമ്പ ചെയ്യുന്ന നേരത്ത് എബ്രു ശ്രീരാജിനെ കൊണ്ട് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരെ എന്നോട് നമുക്ക് ഇങ്ങനൊരു പടം ഉണ്ട്, അതിൻ്റെ കാസ്റ്റിംഗ് നോക്കണം എന്ന് പറഞ്ഞു. ആകെ 5 പേരുണ്ട് തൂമ്പയില്. രാമൻ്റെ ഭാര്യയും പിന്നെ 2 ചെറിയ കുട്ടികളും. അതല്ല, അപ്പൊ ഞാനത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ അതിന് ആ കാസ്റ്റിങ്ങിനെ കണ്ടത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നി. 5 പേരെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നി. ഞാൻ നന്നായി കാസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് രാമൻ വന്നത്. നേരത്തെ ഞങ്ങൾ 25 വർഷമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട. ഞങ്ങൾ ഭയങ്കര ജോലിയായിട്ട് പലപ്പോഴും അളിയൻ, അച്ഛൻ, അമ്മ, മകൻ അങ്ങനെയൊക്കെ ധാരാളം ഞങ്ങൾ നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീരാജായിട്ട് സൗഹൃദത്തിലാവുന്നതിന് ശ്രീരാജ് ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞത്. എന്നോട് ആദ്യം ശ്രീരാജ് സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിനക്ക് പ്രതാപനെ ഇഷ്ടമുള്ളത് ചെയ്തതെന്ന് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോ ഇഷ്ടംപോലെ കള്ളുപിടിയന്മാരെ. ഞാൻ പറഞ്ഞു, ഞാൻ കള്ളുപിടിക്കാന്ന് പറഞ്ഞു. ശ്രീരാജ് സമ്മതിച്ചില്ല. ശ്രീരാജ് പറഞ്ഞു, അത് ആരായാലും പ്രതാപനെ തരില്ലേ എന്ന് പറഞ്ഞു. അത് ഇഷ്ടംപോലെ ആൾക്കാർ പ്രതാപനെ കള്ള് ഷാപ്പുകാരനായിട്ടും പെണ്ണുപിടിയനായിട്ടും ചെരുക്കുത്തിയായിട്ടും തരും. അപ്പൊ ഇതിൽ നമുക്കത് മാറ്റി പിടിക്കാന്നാണ് ഞാനതിൽ ബാധിച്ചു. മണിയുടെ അടുത്ത് പോയിട്ടൊക്കെ ശ്രീരാജിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മണിയുടെ അടുത്ത് പോയിട്ട് സങ്കടമൊക്കെ പറഞ്ഞു. എന്നോട് ഞാൻ കള്ളുടിയനായിട്ട് ചെയ്തോണ്ടാ എന്നെ ശ്രീയാക്കലെന്ന് പറയടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സങ്കടമൊക്കെ പറഞ്ഞു. ശ്രീരാജ് നല്ലത് അത് വേണ്ട, ഇതെന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് 1-2 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. 2 ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര രസമായി. അത് നമുക്ക് പറ്റും എന്ന് തോന്നിയത്. അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നിയത്. നമ്മൾ പലപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്തേ നമ്മൾ അത് എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ നമുക്കൊരു ഡയലോഗ് ഒരാളോട് പറയുന്നു. അപ്പൊ അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കുറച്ചുകൂടി സ്റ്റാർഡമുള്ള നടനങ്ങളൊക്കെ ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കയറി പറയുന്നു, അല്ലെങ്കിൽ അയാൾ ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ നേരത്ത് പലപ്പോഴും അത് നമുക്ക് അനുവദിച്ച് കിട്ടാറില്ല. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ സൗബിന്റെയും ബേസിന്റെയും കൂടെ അഭിനയിക്കുന്ന നേരത്തത് അതിൽ ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബേസിലപ്പോൾ ഞങ്ങൾ ഭയങ്കര കളിയാക്കി, ഞങ്ങളെല്ലാവരും കളിയാക്കൊക്കെ ചെയ്യായിരുന്നു റോട്ടിൽ. അങ്ങനെ അപ്പം ബേസിൽ അതൊക്കെ അല്ലെങ്കിൽ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിൽ സൗബിനും അങ്ങനെ തന്നെയായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട്, അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പറയുന്നതെന്നല്ല കേട്ടോ സത്യത്തിൽ. അത് അതിൻ്റെ ഏറ്റവും വലിയ സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്നത്. കാരണം മറ്റു പല നടന്മാരുടെ അടുത്ത് അഭിനയിക്കുന്നത് നമുക്ക് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കിട്ടാറില്ല. ആ ഡയലോഗ് പറയണ്ട, നീ എന്നെ ഇടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇടിക്കുന്ന നേരത്ത് സൗബിന്റെ നെഞ്ചിലെ രോമൊക്കെ പോയിന്ന രോമം പോയി ചേട്ടാ. അത് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. രോമം പോയതല്ല സന്തോഷം. ആളത് രോമം പോയാലും നെഞ്ചിൽ രോമം കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു മൂഡ് നമ്മളെ സംബന്ധിച്ച്, നമ്മളെ പോലത്തെ ഒരു പുതിയ ആളെ സംബന്ധിച്ച് അത് വലിയ നമുക്ക് വേറെ
തടസ്സങ്ങളും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ശ്രീരാജ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതായത് അയാളുടെ അടുത്ത് എന്ത് ഇംപ്രവൈസ് സുന്ദരേട്ടൻ പറഞ്ഞാൽ എന്ത് ഇംപ്രവൈസ് ചെയ്യാനും വളരെ സ്വാതന്ത്ര്യമുള്ള ആളാണ്. ചില ഇംപ്രവൈസ് വേണ്ട എന്ന് പറയും, ചിലർ പൊക്കോട്ടെ മുകളിലേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സ്വാതന്ത്ര്യം തരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അൻവർ റഷീദ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, അത്രയും സീനിയർ ആയിട്ടുള്ള ഡയറക്ടറായിരുന്നു. പക്ഷെ അയാൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു സാന്നിധ്യം നമ്മളെ അയാള് ബോധ്യപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അയാളെ പോലത്തെ ഒരു പ്രൊഡ്യൂസറും ഇല്ല എങ്ങനെ അഭിനയിക്കുക, ഡയറക്ടറും ഇല്ല എങ്ങനെ അഭിനയിക്കുക എന്നുള്ള വലിയ ചിന്ത ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷെ അയാൾ ഭയങ്കര ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുമായിരുന്നു ആ ലൊക്കേഷനിൽ. അത് വല്ലാത്തൊരു സ്വാതന്ത്ര്യം. അത് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അയാൾ ഒരു കാര്യം നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം തരും. അത് മോശമായി മോശമായാലും ചിലപ്പോൾ ചിരിക്കും. അത് വലിയ സ്വാതന്ത്ര്യം ഒരു നടനെ സംബന്ധിച്ചത്. വലിയ കുറച്ചും കൂടി നന്നായി ചെയ്യുക എന്നൊരു സ്ഥലത്തേക്ക് വരുമായിരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ശബരീഷ് ഓർമ്മിക്കും. എൻ്റെ പേര് തോട്ട ബിജു. ഞാൻ മാപ്രാണം ഭാഗത്ത് പെട്ടി ഓർഡർ ഷോഡിലാണ് പണി. അത്യാവശ്യം കുണ്ടാപ്പണിയൊക്കെ ഉള്ള ഒരാളാണ്. പ്രാവൻകൂട് ഷാപ്പിലെ ഒരു സ്ഥിരം കള്ളുകുടിയനാണ്. ഇതാണ് എനിക്ക് തന്ന ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ. ഇതിൽ പടം കണ്ടവർ എന്നെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും തിരിച്ചറിഞ്ഞോണ്ട് ചിലരൊക്കെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞവരും അതും സന്തോഷമായി. അത് മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് ഗെറ്റപ്പ് ഭയങ്കരമായിട്ട് മാറി ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമയാണ്. റോളക്സ് ആണ് ഇതിൻ്റെ മേക്കപ്പ് ചെയ്തത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 10 സെക്കൻഡ് കണ്ണാടി നോക്കിയപ്പം എന്നെ ഈ കോലത്തിൽ കാണുന്നതിലൊരു അതെങ്ങനെ ഇപ്പോൾ പറയാം, അതിനൊരു പ്രത്യേകിച്ച് വാക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല. അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഈ പടത്തിൽ, അല്ലെങ്കിൽ ഇതിൽ എനിക്കൊരു കുടുംബ ചിത്രമാണ്. ഈ പടത്തിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഇതിൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാമിലി എൻ്റെ ഒരു കുടുംബത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് വന്നിരുന്നത്. പിന്നെ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ രണ്ടുപേരും സമ്മതിച്ചു തന്നു. രണ്ടുപേരും സംവിധായകരാണ്. പിന്നെ പടം എടുത്ത ആ പടത്തിൻ്റെ സീൻ എത്രത്തോളം ഭംഗിയായിട്ട് വരുന്ന വ്യക്തമായ ധാരണയും ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നു. അപ്പം അവർ സമ്മതിച്ച് യാതൊരു അത്ഭുതമില്ല അല്ലേ. ഇനി പടത്തിനെ കുറിച്ച് എല്ലാം ആദ്യം തന്നെ ബേസിൽ കയറി പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും ഇവരെ ഓരോരുത്തരോടൊന്നും ചോദിക്കരുതെന്ന് മട്ടില് എല്ലാ ഡീറ്റെയിൽസ് ആദ്യം തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയാനല്ലേ. ഇപ്പൊ നമുക്ക് നിയാസിക്ക് കൊടുക്കാം. നമ്മള് സിലോൺ മോഹൻ. അതെ, ഞാൻ സിലോൺ മോഹൻ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ മറിമായത്തിൽ ഒരു 14 വർഷമായിട്ട് മറിമായ എന്നുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അതിലൊരു ചേഞ്ച് ക്യാരക്ടർ ഇതിനോടൊക്കെ ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്ത ഏതെങ്കിലും സംഭവമായിട്ട് സാമ്യമായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം നമുക്കും അതുപോലെ വിളിക്കുന്നവർക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു നല്ല ഡയറക്ടർ വിചാരിച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ഇനിയും മനോഹരമായിട്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് വിശ്വസിപ്പിച്ച ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം സിലോൺ മാമൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഈ 14 വർഷം ചെയ്ത മറിമായത്തിലോ ഇതുവരെ ചെയ്ത സിനിമയിലോ ഇല്ല. അത് പൂർണ്ണമായിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ എൻ്റെ ഈ സിനിമ ഷൂട്ട് നടന്നത് എൻ്റെ നാട്ടിലാണ്, വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ഒരു 5 കിലോമീറ്ററിനകത്ത് ലെജൻഡുകളായിട്ടുള്ള ഒരുപാട് ആൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള നാടാണ്. ഭരതൻ, ഒടുവിൽ കൃഷ്ണൻ, പിന്നെ കലാണ്ടൻ ഹൈദരലി, എൻ്റെ ഫാദർ, അങ്ങനെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു പരിസരത്താണ് ഈ ഷൂട്ട് നടന്നത്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ത്രില്ലായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഫോട്ടോഗ്രാഫി ഒരു സെൻസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. വെങ്കലം എന്നുള്ള ഭരതേട്ടൻ്റെ വെങ്കലം എന്നുള്ള സിനിമ, താഴ്വാരം എന്നുള്ള സിനിമയിൽ കാണുമ്പോണ്ടാവുന്നൊരു ചേഞ്ച്, അതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈല് 100% എൻ്റെ നാട്ടിൽ, ഞാൻ വടക്കാഞ്ചേരി പച്ചയായിട്ടുള്ള ഒരു ഗ്രാമമാണ് നാട്. അവിടെ നാട്ടിൽ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് വളരെ സാമ്യമുണ്ട് ഇതിലെ പല ക്യാരക്ടേഴ്സും. അങ്ങനെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ നിന്ന് മാറി നിന്ന് ഒരു നാട്ടിലേക്ക് നോക്കുന്നത് പോലുള്ള ഒരു കാഴ്ച ഈ പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഒരു അഭിപ്രായമാണ്.
പിന്നെ ടോട്ടലി ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ്. അതിന് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ മേഖലനായിട്ടുള്ള റോണക്സിനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരവിരുത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗമ്യൻ ഭായിക്കാണെങ്കിലും എല്ലാവർക്കും അതേമാതിരി ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജിലും എല്ലാവരുടെ ക്യാരക്ടറും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഈ സിനിമയുടെ വളരെ പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും സിനിമ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ആർആറിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും ഓരോരുത്തരും ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ചായിട്ട് നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇനിയും കാണാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പ്രാവിൻകൂട് ഷാപ്പ്. താങ്ക് യു. അതായത് നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെയുള്ള ആൾക്കാർ സംസാരിച്ചപ്പോൾ കിട്ടിയൊരു വൈബില്ലേ, ഇതാണ് പ്രാവിൻകൂട് ഷാപ്പ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഡോസ് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ ചെറിയൊരു ചിരി ഇവിടെ പച്ചയായ ഇപ്പം ഇവർ പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞത് പച്ചയായ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണാം. ഇത്രയും നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ പ്രാവിൻകൂട് ഷാപ്പിൻ്റെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഷാപ്പിലെ കുടിയന്മാർ ശരിക്കും നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഹലോ, ഹായ്, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഈ പടത്തിൻ്റെ അകത്ത് കൊത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലുള്ള വലിയ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഹായ്, നമസ്കാരം. എൻ്റെ പേര് രേവതി എന്നാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അൻവർ റഷീദ് പ്രൊഡക്ഷൻ, ഷൈജു ഖാലിദ് DOP, പിന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും കൂടെ ഒരു നല്ല ക്രൂ ആയിരുന്നു. വർക്ക് ചെയ്യാൻ പറ്റി, ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ സംസാരിക്കാനാണ് ഇച്ചിരി കംഫർട്ട് കുറവ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. കല്യാണി എന്നാണ് ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര്. താങ്ക് യു. എൻ്റെ പേര് രാജിയ റൺസി. ഇതിൽ റാണിമോൾ എന്നൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത്. എന്നെ സിനിമയിലോട്ട് വിളിച്ചത് ഞാൻ പേരിലൂർ പ്രീമിയറിലേക്ക് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിതിൻ ഉണ്ടായിരുന്നു. ഇത് പടത്തിൽ അസോസിയേറ്റ് ആണ്. നിതിനും പ്രസവം കൂടിയാണ് വിളിച്ചത്. ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, രാജിജി തിരക്കിലാണ്. ഞാൻ എന്ത് പണക്കടാ, ഞാനിവിടെ പൊന്മുട്ടേൻ്റെ ഫുഡൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടർ കണ്ടു, കുറച്ച് കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ചെയ്ത കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ആരാ നായകൻ? സ്ഥിരം ആൾക്കാർ ചോദിക്കുമ്പോൾ സൗമിക്കാൻ അടുത്തോ പൊളി കിട്ടുമോ? അപ്പോൾ പെർഫോം ചെയ്യേ. ഒന്ന് ചെയ്തു, രണ്ട് ചെയ്തു, മൂന്നാമത്തെ ഓക്കെ ശരി വിളിക്കാം. വീട്ടിൽ വന്നിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചു. രാത്രി 12:30 വിളിച്ചു വെച്ചു, എന്തായാലും വല്ലതും നടക്കും. അപ്പോൾ എല്ലാ ആഴ്ച വിളിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഫോൺ വന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റി. അതിൽ എന്താ പറയുക, 5 പോലീസുകാരോട് നിൽക്കാൻ പറ്റി. പിന്നെ ആദ്യത്തെ സീൻ ഒരു ബേസിൻ്റെ കൂടെയാണ് ആ സീനിൽ വർക്ക് ചെയ്തത്. ഡയലോഗ് വന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ 5 ഡയറക്ടർമാരുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. സൗഖ്യത്തോട് സംസാരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ചെയ്തിട്ടൊന്ന് ബേസിൽ നോക്കും എന്താണ് എക്സ്പ്രഷൻ. അപ്പോൾ കുഴപ്പമില്ല, ഓക്കെ. പിന്നെ DOP നോക്കും, ഓക്കെ. അബ്രോരെ നോക്കും. ശ്രീരാജൻ പറഞ്ഞു, ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു കൗണ്ടറിൽ ചിരിക്കുന്നൊരു സാധനമുണ്ട് ബേസിൽ, ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോൾ. അപ്പോൾ അറിയാണ്ട് ചിരിച്ചപ്പോൾ അത് പിടിച്ച കുട്ടമ്പിള്ളയെന്ന് പറഞ്ഞു. കുട്ടമ്പിള്ളയെന്നാണ് സെറ്റ് വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടമ്പിള്ളി അങ്ങനെ ചിരിച്ചോളാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ കുറേ പേർക്ക് കൂട്ടത്തിൽ ഞങ്ങൾ 4-5 പേർക്ക് നിൽക്കുന്ന സമയത്ത് ഇത് അയാൾ പറയും, ഇത് അങ്ങനെ പറയും, ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ഇല്ലാത്ത സാധനം വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചില ഡയലോഗുകൾ എല്ലാവർക്കും. ഇത്രയും സപ്പോർട്ടീവായിട്ട് ഈ ബേസിൽ എന്തുകൊണ്ടാണ് ആൾക്കാരെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു കുറച്ച് ദിവസങ്ങളും കൂടിയാണ് അവിടെ. ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ സൗഖ്യയുടെ കൂടെ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ആരെങ്കിലും വിളിക്കുമായിരിക്കും. ഇല്ലേ, വിളിക്കല്ലേ? ഇക്ക വിളിക്കോ? ഇതിൽ പ്രതാപേട്ടനെ എടുത്ത് പറയാം. കാരണം പേരിലൂരിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്.
രാമേട്ടൻ എന്നെ ഞെട്ടിച്ചു. കാരണം തൂമ്പ ഷോർട്ട് ഫിലിം കാണുന്നത് ഡയറക്ടർ അറിയുമെന്നറിയില്ല. ഷൂട്ടിന് തലേ ദിവസം എന്നുവെച്ചാൽ രാമേട്ടനെ പ്രതാപനെ അഴിച്ചു തന്നു. സത്യം ഞാൻ കണ്ടില്ല. അപ്പോൾ ഷൂട്ടിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്ന് കണ്ടപ്പോൾ ഒത്തിരി കൊള്ളാമല്ലോ. ഞാനന്നിരുന്ന് നടത്തിപ്പിടിച്ച് ഷെയർ ചെയ്തു. രാവിലെ ഞാൻ വന്നപ്പോൾ രാമേട്ടനെ കണ്ടപ്പോൾ ഈ മനുഷ്യനാണ് അത് ചെയ്തത്. പക്ഷെ പോലീസായിട്ട് യൂണിഫോം ഇട്ട് വന്നു കഴിയുമ്പോൾ ഞെട്ടിപ്പോവും. ലൊക്കേഷനിലെ കൂലിപ്പണിക്കാരെ പോലെ എല്ലാവരും നിൽക്കണതേ. യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ഇരിക്കണ കണ്ടില്ലേ, സിമ്പിളായിട്ട്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുവിധപ്പെട്ട ആരെയും മനസ്സിലായിട്ടില്ല. ആ മേക്കപ്പ് സ്റ്റൈല് സൗഭിക്ക കാലൊക്കെ വെച്ചിട്ട് അഭിനയിക്കുന്ന സിനിമ ഞാൻ കണ്ടില്ല. പക്ഷെ ഭയങ്കര ഫാനാണ് എൻ്റെ കുട്ടികളൊക്കെ. സൗഭിക്കനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഹസ്ബൻഡോട് എന്ത് രസമായിട്ടാണ് ചെയ്തേക്കണേ പറഞ്ഞു. ഞാൻ കഥ പറഞ്ഞ പോലെ ഇപ്പം സംസാരിച്ച് ശീലമുള്ള ആൾക്കാരല്ല. അതിലെ ചാന്ദിനി ഒരു രക്ഷയിൽ എൻ്റെ മോളെ എന്താ പറയുക, എടുത്തു പറയുന്നൊരു നടി തന്നെയാണ്. അത്ര രസമായിട്ട് അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. നോട്ടാണെങ്കിലും കൗണ്ടറാണ് എവിടെയൊക്കെയാണ് കോമഡി വരുന്നത് എനിക്കെന്നെ മനസ്സിലാവണില്ല. ഭയങ്കര രസമായിട്ട് ചെയ്തു. കുറേ സംസാരിച്ചാൽ കയ്യിൽ പോകും, ഞാനത് കൊടുക്കാറുള്ളത്. അപ്പം എല്ലാവരും സിനിമ ഫാമിലിയായിട്ട് തന്നെ കാണും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രണയവും വൈറ്റും കോമഡി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം, എൻ്റെ പേര് മണി. ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബേസിക്കലോടെ മിന്നൽ മുരളി. ഞാൻ ശ്രീരാജിൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ പടം ഓണാകാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സിനിമ നടന്നു. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. ഞാനിതിൽ ചെയ്യാറും കുട്ടാപ്പ് എന്ന് പറഞ്ഞ റോളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ക്രൂവിൻ്റെ കൂടിയും പിന്നെ അമ്പുക്ക അതേപോലെ തന്നെ ഷൈജുക്ക ഇവരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് പേഴ്സണൽ ഒരു സംഭവം തന്നെ സ്ക്രീനിൽ കണ്ടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട നടനാണ് എനിക്ക് സൗഭികയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ്. അത് ഈ ശ്രീരാജ് മൂലം എനിക്ക് സംഭവിച്ചു. അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിരുന്നു. അത് സംഭവിച്ചു. സന്തോഷം. ബാക്കി നിങ്ങളെല്ലാവരും സിനിമ കണ്ട് അഭിപ്രായം മറ്റുള്ളവർക്ക് പറയാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറഞ്ഞത് ആളെ നിറയ്ക്കുക. അത്ര പറയാനുള്ളൂ. എൻ്റെ പേര് രാജേഷ് എന്നാണ്. നമസ്കാരം. കാസർഗോഡുകാരനാണ്. ഈ സിനിമ മുംബൈ മദനോത്സവം എന്നുള്ള സിനിമയിൽ, രേഖ എന്നുള്ള സിനിമയിലൊക്കെ 2 സിനിമയിലാണ് ഞാൻ കാര്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മദനോത്സവത്തിൻ്റെ പാർട്ടി സെക്രട്ടറിയും രേഖയിൽ വിൻസിയുടെ അച്ഛനായിട്ടുമാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രാവൻകൂർ ഷാപ്പിൽ വരാൻ കാരണം അബ്രു സൈമണാണ്. അബ്രുവാണ് എന്നെ വിളിച്ചിട്ട് പിന്നെ ശ്രീരാജിലെ മുന്നിലെത്തുകയും ശ്രീരാജ് എന്നോട് വർത്തമാനം പറയുകയും മണിയും ശ്രീരാജൊക്കെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പ്രതാപനും ദേവനും ഞാനും രാജിയും സുഭാഷ് ഏട്ടനൊക്കെയുള്ള ഒരു പോലീസ് സൈന്യത്തിൻ്റെ ഒന്നിച്ചാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ബേസിൽ എന്ന് പറഞ്ഞ മഹാനായ നടനുമാണെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് ഇപ്പെല്ലാം സീറ്റ് പറഞ്ഞത് വളരെ സിൻസിയറായിട്ട് പറഞ്ഞതാണ്. എനിക്ക് ഇതിലെ ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത കാര്യം തന്നെ ബേസിൻ്റെ ഒന്നിച്ചായിരുന്നല്ലോ നമ്മുടെ കൂടുതൽ എക്സ്പീരിയൻസ് മുഴുവൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കരമായ സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട്, ഇത്രയും വലിയൊരു നടൻ ഇത്ര അധികം സപ്പോർട്ട് നമ്മുടെ കോ ആർട്ടിസ്റ്റ് സ്പേസ് ഞങ്ങൾക്ക് തരും. ആ ശ്രീരാജാണ് ഏറ്റവും കൂടുതൽ സ്പേസ് തരിക. അതിൻ്റെ ഒന്നിച്ചിട്ട് ഷൈജു ആയാലും പിന്നെ ലൊക്കേഷനിൽ ഏകദേശം മുഴുവൻ സമയവും അമ്പൂക്കയും സജീവമായിട്ടുണ്ടാവും. അതൊരു മൂലയിൽ അദ്ദേഹം ഇരിക്കുകയും അദ്ദേഹം പ്രതാപം സൂചിപ്പിച്ച മാതിരി എല്ലാം കണ്ട് ആസ്വദിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പൂക്കല്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അദ്ദേഹത്തിനോട് അത്തരം രീതികളൊക്കെ. അപ്പം ഞങ്ങളെ ഒരുപാട് ആക്ടേഴ്സിന് ഒരുപാട് സ്പേസ് തരും എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായി എനിക്ക് അനുഭവപ്പെട്ടത്. അതിൽ ബേസിലിനോടും സൗഭിക്കയോടും ബാക്കി എല്ലാ ഷൈജുവിനോടും അതിലുപരി ഏറ്റവും ഉപരി ശ്രീരാജിനോടും അമ്പൂക്കയോടും ശിവനോടും ശബരിയോടും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതിൽ പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടം. ഹായ്, ഞാൻ ചാർമി. എന്താ പറയാ, ഞാൻ എല്ലാവരും സംസാരിക്കാൻ വിചാരിച്ചത് വീട്ടിൽ സെറ്റിൽ കാണുന്ന പോലെയല്ല ഇവിടെ ആരും ഇരിക്കുന്നത്. നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ്. സോ
ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താന്ന് മനസ്സിലാവുന്നില്ല. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പം കുറച്ചുകൂടെ മനസ്സിലായി. ഞാൻ ഈ സിനിമയിൽ ഞാൻ കുറച്ചാളുകൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു, എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ പോയി. ഡയറക്ടർ ശ്രീരാജു ഉണ്ടായിരുന്നു. ഇവരെന്നിട്ട് ഒരു സീക്വൻസ് പറഞ്ഞു അത് ചെയ്ത് പെട്ടെന്ന് നോക്കുമ്പോൾ സിനിമ എല്ലാം തുടങ്ങി. അപ്പം നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല, പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാൽ എന്നെ പോലെയല്ല കാണാൻ, ആസ് എൻ എൻ്റെ ഒരു ഒറിജിനൽ ഫിസിക് ആൻഡ് ലുക്ക് വൈസ്. അപ്പം അത് എങ്ങനെയാണ് ആ ഡയറക്ടർ അത് വിഷ്വലൈസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിന് മുന്നേ കുറേ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്ക് ഉള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ്. അങ്ങനെ ചാന്തി അതുപോലെയല്ല കാണാൻ. അപ്പം വർക്ക്. പക്ഷേ ശ്രീരാജിന് എന്തായാലും അങ്ങനെ കാണാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, വൈ എന്തിനാ ചാന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ലുക്കിൽ. പക്ഷെ ആളെ കാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മെരിൻഡ എന്നാണ്. ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് ഇവിടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഒരു ക്വർക്കിനെസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ സൗബിക്ക് മറ്റേ കാറിന് ഒരു നോഡലുണ്ട്, ഈശ്വരന് ഒരു നെല്ലിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ട്. അപ്പോൾ യുണീക്ക് ടച്ചസ് എന്തായാലും ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ട്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ. ഇതിന് ഡബ് ചെയ്യാൻ പറ്റി. അതിന് കംപ്ലീറ്റ്ലി ഡയറക്ടറിൻ്റെ സപ്പോർട്ടാണ്. ആൻഡ് ഇതിന് എല്ലാത്തിനും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അമ്പുക്കയാണ്. അമ്പുക്ക ഇപ്പം എല്ലാവരും പറയുന്നത് സെറ്റിൽ വന്നാൽ ഒന്നും മിണ്ടില്ല. അമ്പുക്ക വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്, ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ഓറയാണ്. ആൻഡ് ഷൈജുക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഫ്രെയിംസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആള് ഭയങ്കര നമ്മൾ കംഫർട്ട് ആക്കും. സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ നന്നായിട്ട് പറ്റി. ഇതിപ്പോൾ എല്ലാവരും ലിസ്റ്റ് ചെയ്യണം. എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് എന്താ സൗണ്ട് ഡിസൈൻ എല്ലാവരാണെങ്കിലും ഇപ്പോൾ ഷഫീഖാണ് എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനേഴ്സ് വിഷ്ണു ഗോവിന്ദ്. ഇവരെല്ലാവരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും സൗബിക്കും മുന്നേ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. സോ എന്താ ഡാർവിൻ്റെ പരിണാമവും CIA-യും. പക്ഷെ ഇപ്പോൾ കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി. ഇവിടെ ആളും കൂടി കോമ്പിനേഷൻ കിട്ടി. അത് രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ടൈപ്പ് ആക്ടേഴ്സുമാണ്. അപ്പോൾ ആ സീക്വൻസസും നിങ്ങൾ കണ്ടാൽ അറിയാം, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. പിന്നെ എനിക്ക് രാജുവിൻ്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു. ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് ഹിറ്റ് ഉണ്ടായിരുന്നത്. സോ ആ സീക്വൻസസ് ഇറ്റ് വാസ് വെരി ഫൺ. അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിൻ്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും സിനിമ കാണും, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ബേസിൽ ബ്രോ ഇപ്പോൾ 2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് ബേസിൽ. 2024 ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിലെ ഒരാളാണ് ബേസിൽ. അപ്പോൾ ഇപ്പോൾ പ്രാവൻകൂടി ഷാപ്പും നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അതിന് ഗുഡൻസ് എന്താണ് ചെയ്യുന്ന ഫിലിംസ് എല്ലാം ഹിറ്റ് ആവുന്നതിൻ്റെ? നല്ല സിനിമ അല്ല, സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെയാണല്ലോ. സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റാവും, മോശമാണെങ്കിൽ ആവില്ല. അത്രേ ഉള്ളൂ. ചെയ്യുമ്പോൾ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസ്, നല്ല ഡയറക്ടേഴ്സ് ഒക്കെയാണ്. ശ്രീരാജ് ഉൾപ്പെടെ. അപ്പോൾ അവരൊക്കെ തന്നെ എല്ലാവരും കൂടെ ഉള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഇതിൽ 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീനുണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? അത് ഒറിജിനൽ ഡ്യൂപ്പാണോ ഒറിജിനലാണോ ചെയ്തത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാടുപെട്ടു. എന്തെങ്കിലും സംഭവിക്കുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തത്. പലരും പറഞ്ഞു എന്നോട് ചെയ്യരുത്, പക്ഷെ സിനിമയാണ് ഞാൻ ചെയ്തു. ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധൈര്യം. പറപ്പിച്ച് കിട്ടില്ല, അതില്ല.
ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ. നല്ല അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട്. നല്ലൊരു വൈബ് പടം, അതാണ് തോന്നിയത്. ഓരോരുത്തരും പെർഫോമൻസ്, പിന്നെ ഷോർട്സ്, അയ്യോ രക്ഷയില്ല. ഷൈജു ഗാന്ധിക്കൊന്നും വന്നിട്ടില്ല. അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതില് ശിവജിത്ത് ചേട്ടന്റെ മൂത്രപ്പര ഫൈറ്റ് സീനില്ലേ, അതൊരു ഭയങ്കര സീനായിരുന്നു. അതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു, ആ ഒരു എക്സ്പീരിയൻസ്. ശ്രീരാജ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ മാസ്റ്ററുമായിട്ട് ഇരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു. കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കുറേ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അറിയുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ അത് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് അത്, രണ്ടാമത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത്. ഇപ്പം കളരി ചെയ്തിട്ടുണ്ട് ARM-ൽ. അപ്പോൾ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും. ഇപ്പം മുന്നേ ചെയ്തതാണെങ്കിൽ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റാണ് കൽക്കിയിൽ ചെയ്തത്. ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റാണ് വേണ്ടത്. അപ്പം ശരിക്കും നമുക്ക് കുറച്ചും കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഇപ്പം മാസ്റ്റർ ആയാലും നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ. പിന്നെ കൂടുതലും എനിക്ക് ഫൈറ്റ് ചെയ്യുമ്പോഴും കുറച്ചും കൂടി എന്താ പറയുക, റിയലിസ്റ്റിക്കിലോട്ട് പോകാനും താല്പര്യമാണ്. അപ്പോൾ ആ ഒരു പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു സംഭവം കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ പടം കണ്ടു പറഞ്ഞായിരുന്നു നല്ല കിൻഡൽ ഇടി എന്ന് പറഞ്ഞായിരുന്നു ശിവജിത്തേടന്റെ. അപ്പൊ റിയൽ ലൈഫിൽ നല്ല ഇടിക്കാരനാണ്. ശിവജിത്ത് ആക്ച്വലി കലാപ്രതിഭയാണ്. സ്കൂൾ കലോത്സവത്തിൽ 8 ഇനങ്ങളിലും ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുള്ളതാണ്. കഥകളി, മോഹിനിയാട്ടം. 99 2 വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കലാപ്രതിഭയായിരുന്നു. ആ സമയത്ത് ചെറുപ്പത്തിൽ നമ്മൾ ആ സമയത്ത് എനിക്ക് 4th സ്റ്റാൻഡേർഡ് മുതലേ എനിക്ക് ആർട്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അതിനുള്ളൊരു അവസരം ഇപ്പോൾ പാരൻസ് ആയാലും എൻ്റെ ഗുരു കലാപ്രതിഭയുടെ എൻ്റെ അമ്മായിയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാവരും പഠിപ്പിച്ചതുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്കൊന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാനായിരിക്കും കൂടുതലും. പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറേ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു. അപ്പം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റി 2-3 വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി ഇതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയില്ല. കാരണം അന്നും എൻ്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. 98-ൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാതൃഭൂമി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് ആഗ്രഹം എന്ന് ചോദിക്കും. എനിക്കന്ന് 14 വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളതുകൊണ്ടാണ് എന്നെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും സിനിമ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കളരി ഞാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ചത്. പക്ഷെ കുറേ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റും. ഒരു 1.5 വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി. പിന്നെ അത് ARM-ൽ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെ ഒരു സംഭവം. ഓരോ സംഭവങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ഡെപ്തോട് കൂടി പഠിക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമാണ്. വേറെ ഒന്നും ഒന്നും താല്പര്യമില്ല. ഇത് തന്നെ. ഇതിൽ ബേസിലിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരേ സമയം ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ്. അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കോമഡി, അതേ ടൈമിൽ തന്നെ കോമഡിയും ചെയ്യണം. അതാണോ ഇതിൽ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം, അതോ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണോ? അല്ല, അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്രിക്കിനെസ് ഉണ്ടായിരുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. വെറുതെ ഒരു പോലീസ് റോളല്ല.
സാധാരണ നമ്മൾ കുറ്റാന്വേഷണം നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല, അതിൽ നിന്ന് മാറിയിട്ടുള്ള രീതിയിലുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക് എന്താ പറയുക, ആ എഴുത്തിലൊക്കെയുള്ള ശ്രീരാജിൻ്റെ ഒരു ക്വിക്നെസ് ഉണ്ട്. ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാത്തിനും കോമഡി, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ. അയാൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആണ്, തമാശയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ തമാശയൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു സ്പേസിലാണ് നിൽക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അത് തന്നെയാണ് അത് ചെയ്യുമ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ശ്രീരാജ് ഒരു 2 ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓക്കെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്തെ ശ്രീരാജ് അവിടെ ആയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറേ പ്രാവശ്യം കൂടെ വിട്ടു തന്നിരിക്കുന്നത്. ശ്രീരാജ് കുറേ ഫീഡ്ബാക്ക് തരും, അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല ആൾ. അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല. പുള്ളിക്ക് വേറെ പല പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സും ഒക്കെ ഉള്ള ഒരാളാണ്. എല്ലാം വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെയാണ് ക്യാരക്ടേഴ്സിൽ എല്ലാവരുടെയും പെർഫോമൻസസിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗബിനിക്കായിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണല്ലോ സൗബിൻ ബേസിൽ കോംബോ വരുന്നത്. നമ്മൾ മായാനദിയിൽ അല്ല ഈ മുഴുനി വൈറസിലുണ്ട്, പക്ഷെ മുഴുനീള കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത് ഇത്ര കണ്ടിന്യൂസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിലിം വർക്കിനധികം അങ്ങനെ അടുത്ത് പരിചയപ്പെടലും കുറവായിരുന്നു ഞങ്ങൾ. ഈ പടത്തോടു കൂടിയാണ് ഞങ്ങൾ ഭയങ്കര പരിചയമൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും, രാത്രിയൊക്കെ ഗുഡ് നൈറ്റ് ഒക്കെ പറയും. കാരണം ഇപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട്. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബേസിലൂടെ വർക്ക് ചെയ്യണം, അഭിനയിക്കണം എന്നുള്ള കാരണം നമുക്കറിയാം നമ്മളെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ തന്നെയാണ് ബേസിൽ അഭിനയിച്ചിട്ടുള്ളതും. അപ്പോൾ അവർ പറഞ്ഞിട്ടും അറിയാം. പിന്നെ നമ്മളെല്ലാം സ്ഥലങ്ങളിൽ വെച്ച് കാണാറുണ്ട്. ഒരു കോമ്പിനേഷൻ ചെയ്യാൻ നേരത്താണ് ഇപ്പോൾ 2 തരത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകുന്തോറും ഞങ്ങൾക്ക് അത് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. കാരണം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ കുറേ അധികം ടേക്കുകൾ ഇങ്ങനെ പോവായിരുന്നു. കാരണം അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടാറുണ്ട്. എന്താണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി ഒരു 8 ദിവസം എടുത്ത് ഡബ് ചെയ്യുന്നത്. മറ്റു ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളതായിട്ട് ചെയ്ത് പോകുന്നത്, പക്ഷെ നിർത്തിയത് ഓരോരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത്. പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തതിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ബേസിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പെർഫോമൻസ് ആയിട്ടുള്ള മൂവി കൂടിയാണ് പ്രാവുഷ. അപ്പോൾ ഭയങ്കര സൈഡിലായിട്ടുള്ളൊരു ഭയങ്കര രസമുള്ള റിയാക്ഷൻസും കാര്യങ്ങളാണ്. ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ്. അടിപൊളി. ഇനി അങ്ങോട്ടും ഒരുപാട് പടങ്ങളിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലേ? എൻ്റെയും സൗബിക്കയുടെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് തീർച്ചയായിട്ടും. എല്ലാ രീതിയിലുള്ള മാജിക്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പറയുന്നത് അവിടെ വന്നിട്ട് പറയാം. അതെ, അത് പറയുമ്പോൾ തന്നെ ഞൊണ്ടാണ്. ഇങ്ങനത്തെ ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞൊണ്ടിനാണ് പറയും. പക്ഷെ ഷൂട്ടിന്റെ തലേ ദിവസമായിട്ടാണ് ടെൻഷൻ തുടങ്ങിയത്. കാരണം ഇത് ഫുള്ള് പിടിക്കണമല്ലോ. അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം, കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂവി തോറും ഓടുമ്പോൾ അതിന് കുറച്ചും കൂടി സ്റ്റൈൽ വരാം. അത് ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. കാരണം അതിലൊന്നും ഞൊണ്ടി നോക്കിയില്ല. ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാരന്മാരുടെ കൂടെ ഒക്കെ വെറുതെ നടന്ന് പോകുമ്പോൾ ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരന്മാർ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടനെ പോലെയൊക്കെ നടന്ന് അവനെ അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ രാധടിയിലൊരു സോങ് കെട്ടിൽ ഞാൻ ബാസിലെ ബൈക്കിലോട്ട് ഞൊണ്ടിനായിട്ട് ഓടി വന്ന് ചാടി കയറുന്നൊരു ഷോട്ടുണ്ട്. അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് വെച്ച് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ ശ്രീരാജ് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ വിളിച്ചാൽ മതി, നമുക്ക് കടന്ന് ചോദിച്ചു ഓക്കെയാണ്. പക്ഷെ ഇത് മുട്ട പിടിക്കേണ്ട കേട്ടോ എന്ന് പറയാം. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഫൈറ്റ് ആണെങ്കിലും ഇമോഷൻ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പാണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഒന്ന് ലോക്കായി. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു സീൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കണ്ട് എനിക്ക് ഷൂട്ടിട്ടാണ്. അപ്പോൾ എല്ലാവരും ബേസിലെ സീനൊക്കെ കഴിഞ്ഞ് ഭയങ്കര കോമഡിയൊക്കെ ചിരിച്ച് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ സീനിൽ ഞാൻ ആ സീനിൽ നടന്ന് കട്ട് ഒന്ന് പ്ലേ ബാക്ക് നോക്കിയപ്പോഴും അതിലും ഉണ്ടാവാൻ പോയി. വൺ മോർ എന്താ ഞാൻ ഞൊണ്ടിയില്ലേ
ഷോട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല പണി കാണും. പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഇപ്പം നോർമലി നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആട്ടം എന്ന് പറഞ്ഞ മൂവിയിലാണ് ഒത്തിരി അധികം ക്യാരക്ടേഴ്സ് വരിക, അതിനകത്ത് വന്നവനും നിന്നവനും പോയവനും എല്ലാം പെർഫോം ചെയ്യുന്ന ഇത് കണ്ടത്. അതായത് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരത്തിലും ഒരു ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും പെർഫോം ചെയ്ത് കാണുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു ക്രൂവിനെ കിട്ടിക്കഴിഞ്ഞപ്പം ഇവരെല്ലാം ഒരു പരിധിവരെ എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ ആ പുതുമുഖങ്ങളൊക്കെ ഇത്രയും പെർഫോം ചെയ്ത് കണ്ടതും അതുപോലെ തന്നെ അവരോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കള്ള് ഷാപ്പ് സെറ്റിങ്, അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയിൽ ഇതുപോലത്തെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വരുമ്പോൾ തന്നെ ആ സിനിമയുടെ ടോൺ ഭയങ്കര പുതുമയുള്ളത് തന്നെയാണ്. അത് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇവര് ഇപ്പോൾ അതിൽ തുപ്രൻ എന്ന് പറയുന്ന ഏട്ടനും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കള്ളുകുടിക്കാരൊക്കെ ആയിട്ട് വന്നിരുന്ന് ചീട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെ പോലെ അതൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കാസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആയതിൻ്റെ ഒരു അൺസർട്ടനിറ്റി, അൺപ്രഡിക്റ്റബിലിറ്റി മൊത്തത്തിലുള്ള സിനിമയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാസ്റ്റിംഗ് വരുമ്പോൾ നമുക്ക് ഇത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്ത രീതിയിൽ പോകാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ ആ സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് കൊടുക്കാൻ ആ കാസ്റ്റിങ്ങിന് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യും. എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപത്തിലൊന്നും അല്ല സിനിമയിലുള്ളത്. കുറെ കൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ. അപ്പൊ ആ സിനിമയെ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്ത് ഭയങ്കര ആ ലാംഗ്വേജും ഇപ്പൊ തൃശ്ശൂർ ആക്സെന്റ് ഒക്കെ പിടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഭയങ്കര. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ സിനിമയുടെ അപ്പീൽ കുറച്ചുകൂടെ കൂട്ടുമായിരിക്കും. പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഇവരുടെ നാടകത്തിലുള്ള എക്സ്പീരിയൻസസും നാടകത്തിൽ എങ്ങനെയാണ് അവർ പണ്ട് സ്റ്റേജിന് കളിക്കാനൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ അവർ നമ്മുടെ നൈറ്റ് ഷൂട്ടുകളായിരുന്നു. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറെ അറിയാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് സിനിമ നന്നായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും നന്നാവുക എന്നുള്ളത്, അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കുറച്ച് നാൾ മുമ്പ് അവർ വന്നിരുന്നു. കാറിൻ്റെ കുറച്ച് 2 പേരുണ്ടായിരുന്നു. അത് കുറച്ചധികം വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ അതിൽ ചെയ്യാണ്ടുണ്ടായിരുന്നു. അത് വേണ്ടി വന്നില്ല, കാരണം അത് പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതെല്ലാം ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം നന്നായിട്ട്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് ഒരു ഈ കോയിൻ പരിപാടികൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റില്ല. കാറിൻ്റെ കുറച്ചൊക്കെ നല്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതിലൊക്കെ റിയലായിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പറഞ്ഞ പോലെ തന്നെ ആയാലും ഭയങ്കര പ്രയാസമായിരുന്നു. ബൈക്ക് ഓടിച്ച പോലെ തന്നെ. കുറെ അധികം ചെയ്താൽ കണ്ടാൽ മനസ്സിലാവില്ല. ഇപ്പഴാ ഇത് കഴിഞ്ഞിട്ട് നമ്മ വരുമ്പോ അങ്ങോട്ട് തെറ്റിപ്പോയാലും അത് പറഞ്ഞ ചെയ്യാൻ പറ്റും. അതാണ് വെറുതെ വന്നിട്ട് കാണിച്ചില്ല. ഈ കാറായിട്ട് വന്നൊക്കെ ഒരു ബൈക്കിൽ കൊണ്ടുവരാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല, കാണിച്ചാ ഒരു കാറായിട്ട് വരണം. ഞാൻ പറയട്ടെ, ഇതിൽ 5 മെയിൻ ഡയറക്ടേഴ്സ് ആണുള്ളത്. അമ്പുക്ക, ഷൈജുക്ക, ശ്രീരാജാണ് ഡയറക്ടർ, പേഷ്യൻ്റ് ഉണ്ട്. പക്ഷെ ഇവരാരും അങ്ങനത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടില്ല. ശ്രീരാജന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സംഭവമായിട്ടാണ് തോന്നിയത്. ഈ ഒരു മൂവിയില് ഈ സ്റ്റോറി അല്ലാണ്ട് ആകർഷിച്ച മറ്റൊരു ഘടകം എന്തായിരിക്കും? സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ. പിന്നെ ഇതിലെനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലെ ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ ചെറിയൊരു 2 ടൈപ്പ് ആളുകളാണല്ലോ ഓരോരോ ക്യാരക്ടേഴ്സ്. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു.
പിന്നെ ഒരു പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണും ആണല്ലോ മൊത്തത്തിൽ. കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാനറിസം കേട്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി, കാരണം സ്ഥിരം ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുമാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കഥ കേട്ട് അമ്പുക്കാർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി. ചോദിച്ചാൽ അതിൻ്റെ ഇൻപുട്ട് അങ്ങനെ ഉണ്ടായില്ല, സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഡൗട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. അതിലെ ഡിസ്കഷൻ എല്ലാവരും ഉണ്ടല്ലോ, ഷൈജിയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഇന്ന് എടുത്തതാണെങ്കിൽ നാളെ എടുക്കാൻ പോകുന്ന സീനെ കുറിച്ചൊരു ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് അധികം ഡിസ്കഷൻ വരും. നൈറ്റ് തന്നെ അതിലൊരു രൂപം ഉണ്ടായിരുന്നു. സൗബിൻക്ക് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയിലാണ് ലോകേഷ് കനകരാജിൻ്റെ കൂടെ. അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഒന്നും പറയാമോ? ഇത് തന്നെ ഇത് നമ്മുടെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ് ഇനി ഒരു 1.5 മാസം കൂടി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ്. പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ഉള്ള കാസ്റ്റും അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂലി മൂവി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ളത്, ഡയറക്റ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി. മെയിൻ റോളാണോ രജനീകാന്തിൻ്റെ കൂടെ? അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ്. അതിപ്പോൾ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക്. ഒരു ഗാങ്സ്റ്റർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ആരാ പറഞ്ഞ? അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകേഷ് തന്നെ. കുറേ ലേയേഴ്സ് ഉണ്ട്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ തന്നെ കുറേ കഥ പറയുമ്പോൾ തന്നെ അവിടുത്തെ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിനും മാറി മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ എന്താ പറയുക, വേറെ രീതിയിലുള്ള ലോകേഷ് കനകരാജിൻ്റെ വേറെ രീതിയിലുള്ള മൂവിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിൻ്റെ കാലൊക്കെ പെർഫോമൻസാണ്. എല്ലാവരും അടിപൊളിയായിരിക്കും. ഡ്യൂക്കിൻ്റെ കൂടെയാണ് ഞാൻ അടുത്ത ഡയറക്ഷനായിട്ട് വരുന്നത്. അത് എന്നാണ് 2025 എന്നാണ് 2025 തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അതിനെ മതി കൂലി മൂവി കഴിഞ്ഞിട്ടുള്ള പരിപാടി ഡയറക്ഷനിലോട്ട്. അതിന്റെ ജോണർ എന്തേലും റിവീൽ ചെയ്യാൻ സമയമുണ്ട്. മൂവി തന്നെ അടുത്ത് ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നത് ചെറുപ്പകാലൊക്കെ അത് ക്ലൈമാക്സ് ആകുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് എന്തെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. ഒന്നും കണ്ടില്ല, അത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു ആ ചെറുപ്പകാലം ബ്ലഡ് ഒക്കെ കാണിക്കുന്നത്? പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിലാണോ ഇത്? ഇപ്പം ജയഹേല് ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിനു ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പം തൃശ്ശൂർ സ്ലാങ് ആണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു, അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്ലാങ് പിടിക്കാൻ? സ്ലാങ് ഈ ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മൾ അതിൻ്റെ കൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ അവരുമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുമ്പോഴേക്കും പിന്നെ ഡബ് ചെയ്യാനൊക്കെ കുറേ പണിയെടുത്തു. കുറേ ദിവസം ഡബ് ചെയ്തു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഡബ് ചെയ്തിട്ടാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക്. എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്കാ തൃശ്ശൂരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ പറയുന്നത് നമുക്ക് വിചാരിക്കും ഭയങ്കര തൃശ്ശൂരാണെന്ന്. പക്ഷെ ശരിക്കുള്ള തൃശ്ശൂരുകാർ പറയണത് തൃശ്ശൂരാണോ അല്ലയോ. അതുകൊണ്ട് തൃശ്ശൂരാണ് മീഡിയത്തിലൊരു തൃശ്ശൂർ കണ്ടിട്ടുണ്ട്. പടത്തിന്റെ പേര് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ളൊരു പേര് എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത്? പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേരിലേക്ക് അതിനെപ്പറ്റി ഡയറക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും? അതൊക്കെ ഡയറക്ടറിന്റെ മണി തൃശ്ശൂർ മാപ്രാണം സ്ഥലം ഉണ്ട്. അവിടെ പ്രാവൻകൂട് ഷാപ്പ് ഉണ്ട് ഒറിജിനലി.
അത് ശ്രീരാജിന്റെ അമ്മയുടെ നെടുമ്പാളം എന്ന് പറഞ്ഞ മാപ്രാണത്തിനടുത്തുള്ള നെടുമ്പാളം എന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ സംഭവിച്ച ഇതല്ല, മാപ്രാണം ഷാപ്പ് എന്ന് പറയുന്നത്, പ്രാവുൾ ഷാപ്പ് എന്ന് പറയുന്നത് ഫേമസ് ആണ്. പച്ചക്കറികളും സംഭവങ്ങളും നല്ല അവിടെ ഫേമസ് ആണ്. അത് ഇപ്പോ അത് ഇല്ലെന്ന് തോന്നുന്നു, ഓപ്പൺ ഉണ്ടായിരുന്നില്ല. ഷാപ്പിൽ പോകുന്നവരോട് പറയാൻ പറ്റാ അവരോട്. പ്രാവൻകൂട് ഷാപ്പിനെ കുറിച്ച് 2 അതൊരു ചെറിയ ഷാപ്പ്. അത് റോട്ടിക്കൂടെ പോകുമ്പോൾ മാപ്രാണത്ത് നിന്ന് നെടുമ്പാൽ കാപ്പാട് റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ, കോൾപ്പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ 4 പില്ലറിൽ ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു 20 ഇൻറ്റു അല്ല, ഞാനൊരു പഴയ വീട് പഠിക്കാം. അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നോക്കില്ല, അതിന്റെ പ്രത്യേക സ്ട്രക്ചർ. അതുകൊണ്ടാണ് കറികൾ എല്ലാ തരത്തിലുള്ള കറികളുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാപ്രാൻ ഷാപ്പ് എന്ന് പറയും. ഇതൊരു ബി ഷാപ്പ് മാതിരിയായിരുന്നു. പക്ഷെ അതിന്റെ പേര് വളരെ രസകരമായിട്ടുള്ള പേരായിരുന്നു. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു ഒരു പാടത്തിന്റെ നടുവിലുള്ളത്. സന്തോഷമായില്ലേ? സൗജേട്ടാ ഇവിടെ 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 ഇപ്പൊ കോഴിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം പിടിക്കണമെന്ന് പറഞ്ഞു. ബേസിൽ ചേട്ടന് എങ്ങനെയാ ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തതുകൊണ്ട് ഇനി ഒരു പടം പിടിക്കുമോ അടുത്ത്? ഉറപ്പായിട്ടും സമയമുണ്ടെങ്കിലും നമുക്ക് അത് നല്ലതല്ലെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും. സന്തോഷമല്ലേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ ബേസിൽ? ചെമ്പൻചാട്ടോ ചെമ്പൻചാട്ടം ഇവിടെ വന്നിട്ടില്ല. ചെമ്പൻചാട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാവും. ചെമ്പൻചേട്ടനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയുമോ? എനിക്ക് മനസ്സിലായില്ല എന്താ ചോദ്യം. ചെമ്പൻചേട്ടനായിട്ട് ഞാൻ അഭിനയിക്കുന്ന 4ാമത്തെ 5ാമത്തെ മറ്റേ സിനിമയാണ്. എനിക്ക് ചെമ്പോസ്കി പ്രൊഡക്ഷൻസിൽ തന്നെ ഞാൻ 2 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. സുലേഖ മനസ്സിൽ എന്ന് പറഞ്ഞ പടം, പിന്നെ ഭീമന്റെ വഴി എന്ന് പറഞ്ഞ പടം. അതിനു മുമ്പ് മെമ്പർ രമേശ് കമ്പതവാട് എന്ന് പറഞ്ഞ പടം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ചെമ്പൻചേട്ടൻ എനിക്ക് എന്താ പറയുക ഒരു ചേട്ടനെ പോലെ തന്നെയാണ്. വളരെയധികം സന്തോഷമാണ്. ഇനി ഒരു 100 പടം ചെമ്പൻചേട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ വളരെ വളരെ വളരെയധികം സന്തോഷമുള്ളൂ. അതല്ലേ എന്താ എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ചെമ്പൻചേട്ടനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയണ്ട? നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരാളല്ലോ. ഞാൻ ബേസിൽ ബ്രോഡനാണ് ചോദിച്ചത്. മൈക്ക് അങ്ങോട്ട് കൈമാറിയാണ്. എന്താണ് അല്ല, കോമ്പിനേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നിട്ടില്ലല്ലോ ചെമ്പൻചേട്ടാ. എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു. 1-2 സീനുകളുണ്ടായിരുന്നു. കോമ്പിനേഷൻ മൊത്തം സൗഭികമായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിരുന്നു. ചെമ്പൻചേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, ഒരുമിച്ച് അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചേട്ടൻ തന്നെയാണ് നേരിട്ട് കാണുമ്പോഴും. പക്ഷെ ഭയങ്കര രസമാണ്, സംസാരിച്ച് കഴിയുമ്പോഴൊക്കെ നല്ല രസമാണ്. പിന്നെ നമുക്ക് ഇത് പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സ്ഥലത്തുള്ളവരൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന, അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരുമിച്ച് വർക്ക് ചെയ്ത് ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ. നല്ല രസമുള്ളൊരു മനുഷ്യനാണ്. സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ 2 സീൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല. നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. ഇതിൽ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്പൻചേട്ടൻ. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ മാനർസങ്ങളൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് നിയാസിക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അത്രത്തോളം വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ആണ്. അതെന്താണ് ഇന്റൻഷനലി അങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ അതോ ക്യാരക്ടേഴ്സ് വരാറുണ്ടോ? അത് ഡയറക്ടർമാരുടെ അടുത്ത് ചോദിക്കേണ്ടി വരും. അവര് തരുന്ന വേഷമല്ലേ ഒരു നടന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഇതെന്ന് ഞാൻ പറയാൻ കാരണം. പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ
വിശ്വസിക്കുന്നത്. അത് നന്നായി എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്കുണ്ട്. ഇനിയും അങ്ങനെയുള്ള ക്യാരക്ടർ വന്നാൽ ചെയ്യാൻ അത് ചെയ്യാൻ അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട്. വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. വന്നാൽ ചെയ്യും. നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ മറിമാറ്റത്തിന്റെ ആ ഒരു ബാക്ക് ബോൺ ആണോ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അങ്ങനെ ഏതാണ് അതിന് കാരണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നോർമലി ഏതൊരു ആർട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് എങ്ങനെയൊക്കെ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും. അത് ആ ഒരു സമയം അതിനുവേണ്ടി ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല. അത് എല്ലാ സമയത്തും ആ ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റുമെന്ന് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ആക്ടർ. അത് നമുക്ക് എല്ലാവർക്കും എല്ലാ നടന്മാർക്കും ഉള്ള ഒരു കാര്യമാണ്. അതാണല്ലോ നമ്മുടെ ജോലി. അപ്പം അത് പരമാവധി ശ്രമിക്കാറുണ്ട്. കൂറുപുലർത്തി നിൽക്കാൻ കഥാപാത്രത്തിനോട് കൂറുപുലർത്തി നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ചിലത് സക്സസ് ആവും, ചിലത് പരാജയപ്പെടും. ഭാഗ്യം പോലെ ഇരിക്കും. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങളുണ്ട്. പ്രധാനമായിട്ട് സുരേഷ് ഗോപി സാറൊക്കെയാണ് അങ്ങനെ പോലീസ് കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബേസിനായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ പറയാമോ മലയാള സിനിമയിൽ? കോമ്പറ്റീഷൻ പെട്ടെന്ന് ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ സി ഡി മൂസയിലെ ജഗതി ചേട്ടൻ ഉഗ്രനല്ലേ, ഭാരത് ചെയ്യുന്ന വിളിച്ചിട്ടു. പിന്നെ പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. അപ്പോ ഡയറക്ടർ സിംഗം മോഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയുള്ളൂ. അപ്പൊ ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, ജിമ്മിൽ ബ്രോ 2 ആഴ്ചയുണ്ട്, സിംഗമാണ്. ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നതെന്ന് ഞാൻ പോലീസ് ജീപ്പിൽ പറഞ്ഞപ്പോൾ അവർക്ക് സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയല്ലേ സാർ, അത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിംഗാവാൻ ഒരു സാധ്യതയില്ലാതെ. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് സിംഗമായിട്ട് സിംഗാവനം നോക്കി അത്രേ. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബേസിലായിട്ട് ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലായിട്ട് പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നവരോട് എന്താ പറയാ? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്താണ്. അപ്പം അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ബേസിൽ ബ്രോ അപ്പോൾ അടുത്ത ഡയറക്ഷന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കുക എന്ന് റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ശക്തിമാനാണോ മിന്നൽ മുരളിയാണോ ഡയറക്ഷന് വേണ്ടി നോക്കും? അതൊക്കെ പറയാം. അല്ല, സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളൂ. നിങ്ങൾ ശരിയായി സമയം എടുക്കും.
ഓക്കെ. മിന്നൽ മുരളി യൂണിവേഴ്സിൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞു, ധ്യാൻ ചേട്ടൻ്റെ നായകനാക്കിയിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അപ്പോൾ നമുക്ക് ഭാവിയിൽ ടൊവിനോ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഒരുമിച്ചൊരു മിന്നൽ മുരളിയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? അറിയില്ല, ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. അല്ല, അത് അറിയാലോ, ആ യൂണിവേഴ്സൊക്കെ അറിയാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ യൂണിവേഴ്സൊക്കെ കേട്ടിട്ടില്ലേ? ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോന്നാണ് ചോദിച്ചത്. സംഭവിക്കാം. ഓക്കെ ഓക്കെ. ആന്ന് പറയണോ? അതാണ് സംഭവിക്കണം. ഭയങ്കര തികച്ച വ്യത്യാസമായിട്ടുള്ളതാണ്. ഞാൻ വിചാരിക്കാത്തതിലും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അവിടെയുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചെടുത്തിട്ട് കുട്ടേട്ട സുഭാഷ് എന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു സ്ഥലങ്ങളുള്ള വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ചെന്നൈയിലൊക്കെ നല്ല ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ. ഭയങ്കര സന്തോഷം. ഇല്ല, എന്താ പറയാ, ഓക്കെ, ഭയങ്കര സന്തോഷം. ഇപ്പം അതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ അങ്ങനെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം സംസാരിച്ച് എങ്ങനെയാണ് ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലൊക്കേഷൻ്റെ കൂടെ ഉണ്ടല്ലോ ഗിരീഷ് ചെയ്യുന്നത്. അപ്പോൾ ഗിരീഷിന് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിദംബരം അടുത്ത മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സൗബിൻക ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, മൂവിയൊക്കെ അനൗൺസ് ചെയ്തല്ല, കാശി നടക്കുന്നില്ലുള്ളൂ, നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുട്ടി അമ്മയൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ കുട്ടി അവനും പറ്റില്ല, പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല. അല്ല, അത് പടം കാണുമ്പോ മനസ്സിലാവും. അത് പടം കണ്ടില്ല അല്ലേ? അത് എങ്ങനെ വന്നേന്ന് മനസ്സിലായില്ലേ? അപ്പൊ പടം കണ്ടിട്ടില്ല. അല്ല, അതൊരു സീനിന് ശേഷമാണ് അത് തലയിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ്. അത് ആ മാപ്രാണം. ഓ, ഉദ്ദേശിക്കുന്ന മറ്റേ വിവേക് ഒബ്രോയി പറഞ്ഞ പോലെ ഞാൻ ഇവിടുത്തെ ഗുണ്ടകളൊക്കെ ആയിട്ട് പോയി താമസിച്ചിട്ട് അതല്ല. എങ്ങനെ ആ ക്യാരക്ടർ ചെയ്തു എന്നുള്ളതാണ്. അതിനൊക്കെ ചിലപ്പോ അകത്തൊരു ഗുണ്ട കിടപ്പുണ്ടാവും. പഞ്ഞി എങ്ങനെ വന്നാ ഇതെന്താ പറയുക, ഇതിപ്പോ ഇതുപോലെ ഇപ്പൊ എന്താ വേണ്ടേ? ഇല്ല, ഗുണ്ടാപണി അത് ക്യാരക്ടർ ഇതാ. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ഒറ്റയ്ക്ക് ഒരു കേന്ദ്രം. ശ്രീരാജിന് വളരെ വ്യക്തമായി, അത് പറഞ്ഞില്ലേ, മണി പറഞ്ഞില്ലേ, 7 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റ് കൊണ്ട് നടക്കുകയാണ് ശ്രീരാജ് ഓണാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം വ്യക്തമായി ഓരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ ഏതൊക്കെ സന്ദർഭം എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരുടെ മാനറിസം എങ്ങനെയാണ്, അവരുടെ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള എല്ലാം വ്യക്തമായ ഇത്രയും ധാരണയുള്ള ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം പുള്ളി തന്നെയാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പൊ ഈ പടം കാണുമ്പോൾ എല്ലാ ക്യാരക്ടറിനും പ്രാധാന്യം തോന്നും. എല്ലാം പുള്ളി എഴുതി ഉണ്ടാക്കിയ പുള്ളിയുടെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ അഭിനയിക്കാൻ നോക്കി കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അങ്ങനെയല്ല അഭിനയിക്കുന്നത്, തോട്ടബിജു അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യുന്നു. ഓരോ ക്യാരക്ടറിനെയും എടുത്ത് പറയുന്ന പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കെൽപ്പുള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഗുണ്ടാപ്പണി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പുള്ളിക്ക് നല്ല ഗുണ്ടകളെയൊക്കെ പരിചയമുണ്ട്, പ്രാഗൂർ ഷാപ്പും പരിചയമുണ്ട്, കുടിയന്മാരെ നല്ല പരിചയമുണ്ട്. അപ്പൊ അത് വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കണ്ട, പുള്ളി പറയുന്നത് ചെയ്താൽ മതി. ശബരി ചേട്ടാ, അതുപോലെ തന്നെ അൽഫോൻസ് പുത്രൻ അടുത്തതായിട്ട് തമിഴ് മൂവിയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? അടുത്തത് തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് അനൗൺസ് ചെയ്തിരുന്നു. എന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കൂടുതലും പറയാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ച്. കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അൽഫോൺസ് പുത്രൻ തരുന്നതല്ലേ നല്ലത്. ശബരി ചേട്ടൻ അതിന്റെ ഭാഗമാണോ? ഭാഗമാണ്. നിങ്ങള് ഞാന് പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ഭാഗമാണ്.
ഇപ്പം മലയാള സിനിമയിൽ ബേസിൽ ഷാ മറ്റേ ഷേഖാന്റെ വിഷയത്തിൽ ബേസിൽ ഷാ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മന്ത്രി അടക്കാനായിട്ട്. അപ്പൊ ഈ ബേസിൽ ഷാബും വിട്ടുപോകാൻ എന്താണ് ഒരു മാർഗം എന്താണ്? അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊറോണ വന്ന ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ അല്ല, അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എൻട്രി ഫീ ഒക്കെ വെച്ച് കേട്ടിട്ട് വരും. എല്ലാവരും കയറിക്കൊണ്ടിരിക്കുക. അല്ല, പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിലേക്ക് ധ്യാൻ ചേട്ടനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട് പലർക്കും. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. അപ്പൊ എല്ലാരും എന്താ പറയാ, ഒരു വേറിട്ട ഒരു സിനിമയാണ് ഈ പറയുന്ന ഒരു മിസ്റ്ററി സസ്പെൻസ് ത്രില്ല. അതിൽ ചെറിയ ഡാർക്ക് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ജോണറിലാണ് സിനിമ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ സിനിമയിൽ ശ്രീരാജ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് അല്ല, എന്നാൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള നല്ല സിനിമാറ്റോഗ്രാഫിയും മ്യൂസിക്കും എഡിറ്റും സൗണ്ട് ഡിസൈനും കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും ഒക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.